ഒരു മനുഷ്യനിൽ നിന്ന് എല്ലാം കവർന്നെടുക്കാൻ ഈ ലോകത്തിന് സാധിച്ചേക്കാം. അയാളുടെ സമ്പത്ത്, കുടുംബം, സ്വാതന്ത്ര്യം, ഒടുവിൽ വസ്ത്രം വരെ. എന്നാൽ ഏത് ക്രൂരമായ സാഹചര്യത്തിലും സ്വന്തം മനോഭാവം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള മനസ്സിൻ്റെ സ്വാതന്ത്ര്യം ആർക്കും കവർന്നെടുക്കാൻ കഴിയില്ല. ഇത് വെറുമൊരു തത്വചിന്തയല്ല. നാസികളുടെ കൊലയറകളിൽ കിടന്ന വിക്ടർ ഫ്രാങ്കൽ എന്ന മനുഷ്യൻ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച കാര്യമാണ്. ലോകത്തെ വിസ്മയിപ്പിച്ച ആ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 1905 വിയന്നയിലെ ഒരു ജൂത കുടുംബത്തിലാണ് വിക്ടർ ഫ്രാങ്കൽ ജനിക്കുന്നത്. 3 മക്കളിൽ രണ്ടാമനായിരുന്നു അദ്ദേഹം. മാതാപിതാക്കൾ സർക്കാർ ജീവനക്കാരായിരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് കുടുംബം മുന്നോട്ട് പോയത്. പക്ഷേ അപ്പോഴാണ് ഒന്നാം ലോകമഹായുദ്ധം വരുന്നത്. അന്നത്തെ കാലത്തെ ഭൂരിഭാഗം കുടുംബങ്ങളെയും പോലെ ഫ്രാങ്കലിൻ്റെ കുടുംബവും കടുത്ത ദാരിദ്ര്യത്തിലായി. യുദ്ധം മുറുകിയതോടെ ഭക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തിനും സഹോദരങ്ങൾക്കും ഓരോ ഫാമുകൾ തോറും നടന്ന് ഇരക്കേണ്ടി വന്നു. ചെറുപ്പത്തിൽ തന്നെ ഫ്രാങ്കലിന് മെഡിക്കൽ രംഗത്ത് വലിയ താല്പര്യവും കഴിവും ഉണ്ടായിരുന്നു. വെറും 3 വയസ്സുള്ളപ്പോഴേ അദ്ദേഹത്തിന് ഒരു ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം. 4 വയസ്സായപ്പോൾ എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന ആ കാര്യം അദ്ദേഹവും തിരിച്ചറിഞ്ഞു. എന്നെങ്കിലും ഒരു ദിവസം താൻ മരിച്ചു പോകുമെന്ന്. ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഫ്രാങ്കലിൻ്റെ ജീവിത ലക്ഷ്യം രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. ഹൈസ്കൂളിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം സൈക്കോളജിയും ഫിലോസഫിയും ഒക്കെ പഠിക്കാൻ തുടങ്ങി. 1921 അതായത് പഠിത്തം കഴിയുന്നതിന് 2 വർഷം മുമ്പ് തന്നെ ജീവിതത്തിൻ്റെ അർത്ഥം ഓൺ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന വിഷയത്തിൽ പുള്ളി ഒരു പ്രസംഗം നടത്തി. സ്കൂൾ പഠിത്തം കഴിഞ്ഞപ്പോൾ ഫൈനൽ പേപ്പർ എഴുതാൻ വന്നപ്പോഴും അദ്ദേഹം തിരഞ്ഞെടുത്തത് ഫിലോസഫിക്കൽ ചിന്തകളുടെ സൈക്കോളജിയെക്കുറിച്ചായിരുന്നു. 20 വർഷമായപ്പോഴേക്കും അദ്ദേഹം പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡുമായി കോൺടാക്റ്റിൽ ആയി കഴിഞ്ഞിരുന്നു. ഫ്രാങ്കൽ ഫ്രോയിഡിന് ഒരു കത്തെഴുതി, ഒപ്പം താൻ എഴുതിയ ഒരു പേപ്പറിൻ്റെ കോപ്പിയും അയച്ചു കൊടുത്തു. അതിലും അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫ്രോയിഡ് ഫ്രാങ്കലിന് മറുപടി അയച്ചു. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം കരിയറിൽ വലിയ നിലയിലെത്തിയപ്പോൾ പോലും ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? സിഗ്മണ്ട് ഫ്രോയിഡ് വന്ന് താൻ എഴുതിയ പേപ്പർ പബ്ലിഷ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും 16 വയസ്സുകാരൻ വേണ്ടെന്ന് വെക്കുമോ? ആ കത്തയക്കലിന് ശേഷം ഏകദേശം 3 വർഷം കഴിഞ്ഞപ്പോൾ ഫ്രാങ്കൽ വിയന്നയിലെ ഒരു പാർക്കിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പരിചയമുള്ളതുപോലെ തോന്നിയ ഒരാളെ കണ്ടു. ഫ്രാങ്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ എന്ന് ചോദിച്ചു. അത് അദ്ദേഹം തന്നെയായിരുന്നു. ഫ്രാങ്കൽ സ്വന്തം പരിചയപ്പെടുത്താൻ തുടങ്ങിയപ്പോഴേക്കും ഫ്രോയിഡ് ഫ്രാങ്കലിൻ്റെ അഡ്രസ്സ് കൃത്യമായി പറഞ്ഞു കൊടുത്തു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ചെറുപ്പക്കാരൻ അയച്ച കത്ത് ഫ്രോയിഡിൻ്റെ മനസ്സിൽ അത്രയധികം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. സൈക്കോളജിക്ക് പുറമെ ഹൈസ്കൂൾ കാലത്ത് ഫ്രാങ്കൽ രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. യങ് സോഷ്യലിസ്റ്റ് വർക്കേഴ്സ് എന്ന സംഘടനയിലൂടെ കൗമാരപ്രായത്തിൽ തന്നെ രാഷ്ട്രീയം തുടങ്ങിയ അദ്ദേഹം 1924 അതിൻ്റെ പ്രസിഡന്റ് വരെയായി. അങ്ങനെ കൗമാരക്കാലത്ത് തന്നെ സൈക്കോളജിയിൽ ഒരു പിടി നേട്ടങ്ങൾ സ്വന്തമാക്കിയ ശേഷമാണ് ഫ്രാങ്കൽ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ ന്യൂറോളജിയും സൈക്കാട്രിയും ഔദ്യോഗികമായി പഠിക്കാൻ ചേരുന്നത്. തുടക്കത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറികളെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം പഠിച്ചതെങ്കിലും പിന്നീട് പതുക്കെ ആൽഫ്രഡ് അഡ്ലറുടെ ആശയങ്ങളിലേക്ക് മാറി. ഫ്രോയിഡിൻ്റെ ആശയങ്ങളിൽ നിന്ന് മാറിയിട്ടും ഫ്രാങ്കൽ തൻ്റെ ഓഫീസിൽ ഫ്രോയിഡിൻ്റെ ഒരു പ്രതിമ സൂക്ഷിച്ചിരുന്നു. ഫ്രോയിഡ് സൈക്കോ അനാലിസിസ് കൊണ്ടുവന്നു. അഡ്ലർ അതിലേക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ചേർത്ത് വെച്ചു. ഫ്രാങ്കലാകട്ടെ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് പഠിക്കാൻ ലോഗോതെറാപ്പി, അതായത് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തൽ എന്ന പുതിയൊരു വഴി കൊണ്ടുവന്ന് വിയന്നയിലെ സൈക്കോളജിയിലെ 3ാമത്തെ ഭീമനായി മാറി. പക്ഷേ ലോകമറിയുന്ന സൈക്കാട്രിസ്റ്റ് ആകുന്നതിന് മുൻപ് തന്നെ ഫ്രാങ്കൽ നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ താൻ പഠിച്ച കാര്യങ്ങളും തിയറികളും അദ്ദേഹം പ്രായോഗികമാക്കാൻ തുടങ്ങി. മനസ്സിനെക്കുറിച്ചുള്ള വെറും ഒരു അക്കാഡമിക് താല്പര്യത്തിനപ്പുറം മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഓസ്ട്രേലിയയിലെ ഹൈസ്കൂളുകളിൽ ഒരു ഭയപ്പെടുത്തുന്ന കാര്യം ഫ്രാങ്കലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സ്കൂളിലെ പരീക്ഷാഫലം വരുന്ന സമയത്ത് കുട്ടികളുടെ ഇടയിൽ ആത്മഹത്യകൾ കൂടുന്നുണ്ടായിരുന്നു. ഇതിനെതിരെ ഫ്രാങ്കൽ ഒരു പദ്ധതി കൊണ്ടുവന്നു. കുട്ടികൾക്ക് സൗജന്യമായി കൗൺസിലിംഗ് നൽകുക, പ്രത്യേകിച്ച് പരീക്ഷാഫലം വരുന്ന സമയങ്ങളിൽ. അത്ഭുതമെന്ന് പറയട്ടെ, ഈ പ്രോഗ്രാം തുടങ്ങിയ ആദ്യത്തെ വർഷം തന്നെ വിയന്നയിൽ ഒരൊറ്റ വിദ്യാർത്ഥി പോലും ആത്മഹത്യ ചെയ്തില്ല. ഈ വിജയത്തോടെ ഫ്രാങ്കൽ വിയന്ന സൈക്കാട്രിസ്റ്റ് ഹോസ്പിറ്റലിലെ സ്ത്രീകളുടെ ആത്മഹത്യാ പ്രതിരോധ വിഭാഗത്തിൻ്റെ തലവനായി മാറി. 1933 മുതൽ 1937 വരെ ആത്മഹത്യ ചിന്തകൾ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾക്കൊപ്പമാണ് അദ്ദേഹം ജോലി ചെയ്തത്. പിന്നീട് 1937 അദ്ദേഹം സ്വന്തമായൊരു ക്ലിനിക്കും തുടങ്ങി. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഫ്രാങ്കലിൻ്റെ ജീവിതം പാടെ മാറി മറിഞ്ഞു. 2ാം ലോക മഹായുദ്ധം. 1938 ജർമ്മനി ഓസ്ട്രിയയെ കീഴടക്കി. ഫ്രാങ്കൽ ഒരു ജൂതനായതുകൊണ്ട് നാസി ഭരണത്തിന് കീഴിൽ അദ്ദേഹത്തിന് ആര്യൻ വംശജരായ രോഗികളെ ചികിത്സിക്കാൻ അനുവാദമില്ലായിരുന്നു. വിയന്നയിലെ റോസ്ചൈൽഡ് ഹോസ്പിറ്റൽ മാത്രമായിരുന്നു ജൂതന്മാർക്ക് ചികിത്സിക്കാൻ അനുവാദമുള്ള ഒരേ ഒരു സ്ഥലം. അങ്ങനെ ഫ്രാങ്കൽ അവിടുത്തെ ന്യൂറോളജി വിഭാഗത്തിൻ്റെ തലവനായി ചുമതലയേറ്റു. അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ യൂറോപ്പിലെ ഭൂരിഭാഗം ജൂതന്മാരും അകപ്പെട്ടിരുന്ന ആ ഭീകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു വാർത്തയ്ക്ക് വേണ്ടി ഫ്രാങ്കൽ കാത്തിരിക്കുകയായിരുന്നു.
അമേരിക്കയിലേക്ക് പോകാനുള്ള വിസയ്ക്ക് അദ്ദേഹം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ലോട്ടറിയിൽ തൻ്റെ നമ്പർ വരാൻ മാത്രമേ ഇനി ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഭാഗ്യവാനായിരുന്നു. പേൾ ഹാർബർ ആക്രമണത്തിനും അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനും തൊട്ടു മുൻപ് ഫ്രാങ്കലിന് ലോട്ടറി അടിച്ചു, അതായത് വിസ കിട്ടി. പക്ഷേ ഓസ്ട്രിയ വിട്ടുപോകുക എന്നത് ഫ്രാങ്കലിന് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ആ വിസ ഫ്രാങ്കലിന് മാത്രമുള്ളതായിരുന്നു. കുടുംബത്തിലെ മറ്റാർക്കും അതില്ലായിരുന്നു. തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഭീകരമായ ആ അന്തരീക്ഷത്തിൽ തനിച്ചാക്കി പോകേണ്ടി വരും. അവരുടെ അവസാനം ഒരുപക്ഷെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒരു തീരുമാനമെടുക്കാൻ ഫ്രാങ്കൽ ഒരുപാട് ബുദ്ധിമുട്ടി. ഒടുവിൽ ശരിയായ വഴി കാട്ടിത്തരാൻ അദ്ദേഹം ദൈവത്തിൽ അഭയം പ്രാപിച്ചു. മാതാപിതാക്കളുടെ വീട്ടിൽ വെച്ച് ഒരു കല്ലിൻ്റെ കഷ്ണം കണ്ടപ്പോഴാണ് തനിക്ക് വേണ്ട ഉത്തരം കിട്ടിയതെന്ന് അദ്ദേഹം മനസ്സിലായി. അത് വെറും ഒരു കല്ലല്ലായിരുന്നു. നാസികൾ കത്തിച്ച് ചാമ്പലാക്കിയ ഒരു ജൂത പള്ളിയിലെ, അതായത് സിനഗോഗിലെ 10 കൽപ്പനകൾ കൊത്തിയ കല്ലിൻ്റെ ബാക്കി പത്രമായിരുന്നു അത്. ഫ്രാങ്കലിൻ്റെ പിതാവ് ആ അവശിഷ്ടങ്ങളിൽ നിന്നും ഓർമ്മയ്ക്കായി എടുത്തു കൊണ്ടുവന്നതായിരുന്നു ആ കഷ്ണം. എന്നാൽ അതിലെന്താണ് എഴുതിയിരുന്നതെന്ന് അറിയാമോ? 10 കൽപ്പനകളിലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്ന ഭാഗമായിരുന്നു അതിലുണ്ടായിരുന്നത്. ഫ്രാങ്കലിന് കാര്യം വ്യക്തമായി. താൻ ഓസ്ട്രിയയിൽ തന്നെ നിൽക്കും. നാസികൾ തരുന്ന എന്ത് ക്രൂരതയും കുടുംബത്തോടൊപ്പം നേരിടുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. നാസികൾ എത്രത്തോളം ക്രൂരന്മാരാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. 1941 അദ്ദേഹവും ടില്ലിയും വിവാഹിതരായി. അവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ജൂത ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ നാസികൾ അനുവദിച്ചിരുന്നില്ല. ഫ്രാങ്കലിൻ്റെ ഭാര്യ ഗർഭിണിയായെങ്കിലും പ്രസവിക്കാൻ അനുവാദമില്ലായിരുന്നു. അവളെ കൊണ്ട് നിർബന്ധിതമായി അബോർഷൻ ചെയ്യിപ്പിച്ചു. പിന്നീട് 1942 ഫ്രാങ്കൽ ഭയന്നത് തന്നെ സംഭവിച്ചു. അദ്ദേഹത്തെയും ഭാര്യയെയും മാതാപിതാക്കളെയും നാസികൾ അറസ്റ്റ് ചെയ്തു. ചെക്കോസ്ലോവാക്കിയയിലെ തെരേസിയൻ സ്റ്റാഡ് എന്ന ക്യാമ്പിലേക്കാണ് അവരെ ആദ്യം അയച്ചത്. അവിടെയും മറ്റുള്ളവരെ സഹായിക്കാൻ ഫ്രാങ്കൽ പരമാവധി ശ്രമിച്ചു. ഒരു ക്ലിനിക്ക് നടത്തുകയും പുതിയതായി ക്യാമ്പിലേക്ക് വരുന്നവരുടെ മാനസിക വിഷമം മാറ്റാൻ സഹായിക്കുകയും ആത്മഹത്യകൾ തടയാൻ ഒരു ടീം ഉണ്ടാക്കുകയും ചെയ്തു. ഫ്രാങ്കലും ഭാര്യയും അമ്മയും അവിടുത്തെ ജീവിതം അതിജീവിച്ചെങ്കിലും പിതാവിന് സാധിച്ചില്ല. ക്യാമ്പിലെത്തി വെറും 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. 1944 ഫ്രാങ്കലിനെ കുപ്രസിദ്ധമായ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റാൻ ഉത്തരവായി. അദ്ദേഹത്തിന്റെ അമ്മയോടും അങ്ങോട്ട് പോകാൻ പറഞ്ഞു. പക്ഷേ ഭാര്യ ടില്ലിക്ക് ആ ഉത്തരവില്ലായിരുന്നു. എങ്കിലും ഭർത്താവില്ലാതെ ജീവിക്കാൻ ടില്ലി തയ്യാറല്ലായിരുന്നു. അവൾ സ്വയം സന്നദ്ധയായി ഓഷ്വിറ്റ്സിലേക്ക് മാറി. ഫ്രാങ്കലിനെയും അമ്മയെയും ഓഷ്വിറ്റ്സിൽ തന്നെ നിർത്തി. തുടക്കത്തിൽ ഫ്രാങ്കലിനെയും മറ്റ് 1500ഓളം ആളുകളെയും പാർപ്പിച്ചത് വെറും 250 പേർക്ക് മാത്രം ഇരിക്കാൻ കൊള്ളുന്ന ഒരു ഷെഡിലായിരുന്നു. വെറും നിലത്തായിരുന്നു കിടപ്പ്. ദിവസങ്ങളോളം ഇരിക്കേണ്ടി വന്ന തടവുകാർക്ക് ഒരു ചെറിയ കഷ്ണം റൊട്ടി മാത്രമാണ് ഭക്ഷണമായി കിട്ടിയത്. അവിടെ നിന്ന് തടവുകാരെ 2 വരികളായി തിരിച്ചു. ഒന്ന് ഗ്യാസ് ചേംബറിലേക്ക്, അതായത് കൊലയറകളിലേക്ക്. മറ്റൊന്ന് വർഷങ്ങളോളം കഠിനാധ്വാനവും ദുരിതവും നിറഞ്ഞ എന്നാൽ താൽക്കാലികമായി ജീവൻ നിലനിർത്താൻ പറ്റുന്ന വരിയിലേക്ക്. ഫ്രാങ്കലിൻ്റെ അമ്മയെ ഗ്യാസ് ചേംബറിലിട്ട് കൊന്നു. ഫ്രാങ്കൽ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹത്തോട് ഇടതുവശത്തെ വരിയിൽ നിൽക്കാനാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ആ ഉത്തരവ് ലംഘിച്ച് മറ്റേ വരിയിലേക്ക് മാറി നിന്നു. പിന്നീടാണ് അദ്ദേഹം പറഞ്ഞത് ആ ഇടതുവശത്തേക്കുള്ള വരി മരണത്തിലേക്കുള്ളതായിരുന്നു എന്ന്. ഓഷ്വിറ്റ്സിൽ നിന്ന് ജീവനോടെ തിരിച്ചു വന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഏകദേശം 13 ലക്ഷം ആളുകളെയാണ് ഓഷ്വിറ്റ്സിലേക്ക് കൊണ്ടുവന്നത്. അതിൽ 11 ലക്ഷം പേരും അവിടെ വെച്ച് മരിച്ചു. ഗ്യാസ് ചേംബറിൽ പെടാത്തവർ പട്ടിണി കിടന്നും രോഗങ്ങൾ വന്നും കഠിനാധ്വാനം ചെയ്ത് തളർന്നും ക്രൂരമായ മെഡിക്കൽ പരീക്ഷണങ്ങൾക്ക് ഇരയായിട്ടുമാണ് മരിച്ചത്. യൂറോപ്പിലുടനീളം മറ്റ് ക്യാമ്പുകളിലും ആളുകൾ ഇതുപോലെ അനുഭവിച്ചു. ഫ്രാങ്കലിൻ്റെ ഭാര്യ ടില്ലി മരിച്ചത് ബെർഗൻ ബെൽസൺ ക്യാമ്പിൽ വെച്ചായിരുന്നു. യുദ്ധം കഴിഞ്ഞ 1945 മോചിതനായ ശേഷമാണ് ഭാര്യ മരിച്ച വിവരം ഫ്രാങ്കൽ അറിയുന്നത്. ക്യാമ്പിലെ കഠിനമായ ദുരിതങ്ങൾക്കിടയിലും ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് അറിയാതിരുന്നിട്ടും സ്നേഹം എന്ന വികാരത്തിലാണ് അദ്ദേഹം ആശ്വാസം കണ്ടെത്തിയത്. ക്യാമ്പിലെ ഓരോ നിമിഷത്തിലും അദ്ദേഹം അവളെക്കുറിച്ച് ഓർത്തു. അത് തനിക്ക് തന്ന മാനസിക കരുത്ത് കണ്ടപ്പോഴാണ് സ്നേഹം മനുഷ്യജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നീട് തൻ്റെ വിഖ്യാത പുസ്തകമായ മാൻസ് സെർച്ച് ഫോർ മീനിങ്ങിൽ അദ്ദേഹം എഴുതി വെച്ചു, ജീവിതത്തിൽ ആദ്യമായി ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. ജീവിതത്തിൽ കവികൾ പാടിയ, ഒരുപാട് ചിന്തകർ പരമമായ ജ്ഞാനമെന്ന് പറഞ്ഞ ആ സത്യം, സ്നേഹമാണ് മനുഷ്യന് എത്തിപ്പിടിക്കാവുന്ന ഏറ്റവും വലിയ ലക്ഷ്യം. മനുഷ്യൻ്റെ കവിതകളും ചിന്തകളും വിശ്വാസങ്ങളും തരുന്ന ഏറ്റവും വലിയ രഹസ്യത്തിൻ്റെ അർത്ഥം അപ്പോൾ എനിക്ക് മനസ്സിലായി. മനുഷ്യൻ്റെ രക്ഷ സ്നേഹത്തിലൂടെയും സ്നേഹത്തിലുമാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്നപ്പോൾ ചുറ്റുമുള്ള കഠിനമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മനസ്സ് മാറ്റാൻ ഫ്രാങ്കൽ ശ്രമിക്കുമായിരുന്നു. മരണവും വേദനയും അദ്ദേഹം അത്രയും അടുത്തുനിന്ന് കണ്ടു. കന്നുകാലികളെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ യാത്ര ചെയ്യേണ്ടി വന്നു. ടൈഫോയിഡ് പനി ബാധിച്ചു. എല്ലാത്തിനും ഉപരി പ്രിയപ്പെട്ട കുടുംബത്തിൽ നിന്ന് വേർപിരിയേണ്ടി വന്നു. എന്നിട്ടും ജീവനോടെ ഇരിക്കാൻ അദ്ദേഹം സ്വീകരിച്ച ഒരു വഴി എന്താണെന്ന് അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. ചുറ്റുമുള്ള ദുരിതങ്ങളെ മറ്റൊരു രീതിയിൽ കണ്ട് അതിൽ നിന്ന് മനസ്സ് മാറ്റാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു. ഒരു ദിവസം രാവിലെ ക്യാമ്പിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് നടന്നു പോയത് എനിക്ക് ഓർമ്മയുണ്ട്. കഠിനമായ തണുപ്പും വിശപ്പും ഒപ്പം തണുത്തുറഞ്ഞ് വീർത്ത കാലുകളിലെ വേദനയും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. എൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു. യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഭാവനയിൽ കണ്ടു,
ഞാൻ വലുതും മനോഹരവുമായ ഒരു ഹാളിൽ സ്റ്റേജിൽ പ്രസംഗിക്കാൻ നിൽക്കുകയാണ്. വിഷയം കോൺസെൻട്രേഷൻ ക്യാമ്പിലെ സൈക്കോതെറാപ്പി അനുഭവങ്ങൾ. ആ ഭാവനയിൽ ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിശ്വസിക്കൂ സുഹൃത്തുക്കളെ, എന്നെങ്കിലും ഒരു ദിവസം എനിക്ക് യാഥാർത്ഥ്യത്തിൽ അങ്ങനെയൊരു പ്രസംഗം നടത്താൻ ഭാഗ്യമുണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലും അന്ന് എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഞാൻ അനുഭവിച്ചതും കണ്ടതുമായ ദുരിതങ്ങളിൽ നിന്നെല്ലാം നന്മയുടെയും അതിജീവനത്തിൻ്റെയും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഫ്രാങ്കൽ പ്രത്യേകം ശ്രദ്ധിച്ചു. ഈ ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതത്തെ നയിച്ചത്. പിന്നീട് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജീവിച്ചവർക്ക് ഓർമ്മയുണ്ടാകും. അവിടുത്തെ ഷെഡ്യൂളുകളിലൂടെ നടന്ന് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും തങ്ങളുടെ കയ്യിലെ അവസാനത്തെ റൊട്ടി കഷ്ണം പോലും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്ത മനുഷ്യരെ. അവർ എണ്ണത്തിൽ കുറവായിരിക്കാം, പക്ഷേ അവരൊരു സത്യം തെളിയിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് എല്ലാം കവർന്നെടുക്കാൻ സാധിച്ചേക്കാം, പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം ആർക്കും എടുക്കാൻ പറ്റില്ല. ഏത് സാഹചര്യത്തിലും സ്വന്തം മനോഭാവം എന്തായിരിക്കണമെന്നും തൻ്റെ വഴി എന്തായിരിക്കണമെന്നും സ്വയം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു. 1945 ഏപ്രിലിൽ ഫ്രാങ്കൽ ആ സന്തോഷമായ കാഴ്ച കണ്ടു. അമേരിക്കൻ പട്ടാളക്കാർ അവർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലുള്ളവരെ മോചിപ്പിക്കാൻ വന്നതായിരുന്നു. അങ്ങനെ ഫ്രാങ്കൽ വീണ്ടും ഒരു സ്വതന്ത്ര മനുഷ്യനായി. ഓസ്ട്രേലിയയിലേക്ക് രക്ഷപ്പെട്ട ഒരു സഹോദരി ഒഴിച്ചാൽ അദ്ദേഹത്തിന് കുടുംബമായി ആരും ബാക്കിയുണ്ടായിരുന്നില്ല. 0-ൽ നിന്നാണ് അദ്ദേഹം വീണ്ടും തുടങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആശയങ്ങളും വിദ്യാഭ്യാസവും പ്രൊഫഷണൽ പരിചയവും ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ ചിന്തകൾ എഴുതാൻ തുടങ്ങി. 1945 വേനൽക്കാലത്ത് വെറും 9 ദിവസം കൊണ്ടാണ് ഫ്രാങ്കൽ ഒരു പുസ്തകം എഴുതി തീർത്തത്. അതായിരുന്നു മാൻസ് സെർച്ച് ഫോർ മീനിങ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നുവെന്നും തടവുകാരനായിരുന്ന സമയത്ത് ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചും ലോകത്തിൻ്റെ ദുരിതങ്ങളെക്കുറിച്ചും തനിക്കുണ്ടായ തിരിച്ചറിവുകളുമാണ് അദ്ദേഹം അതിൽ എഴുതിയത്. മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനുള്ള ആഗ്രഹമാണെന്ന ലോഗോതെറാപ്പി എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം ഈ പുസ്തകമായിരുന്നു. 1946 അദ്ദേഹം വീണ്ടും തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. വിയന്ന പോളിക്ലിനിക് ഓഫ് ന്യൂറോളജിയുടെ തലവനായി. 1948 ഫിലോസഫിയിൽ PhD നേടി. തുടർന്ന് വിയന്ന യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ചു. 1990 വരെ അദ്ദേഹം അവിടെ തുടർന്നു. ക്യാമ്പിൽ നിന്ന് പുറത്തു വന്ന ശേഷം ഫ്രാങ്കൽ രണ്ടാമത് വിവാഹം കഴിച്ചു. 1947 എലനോർ ഷ്വിൻഡിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അവർക്കൊരു മകളും ജനിച്ചു. വളർന്നപ്പോൾ ആ മകളും അച്ഛൻ്റെ വഴി പിന്തുടർന്ന് ഒരു ചൈൽഡ് സൈക്യാട്രിസ്റ്റായി മാറി. വിയന്ന യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിച്ചിരുന്നതെങ്കിലും ഫ്രാങ്കലിൻ്റെ ആശയങ്ങൾ പെട്ടെന്ന് തന്നെ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. ഫ്രോയിഡും അഡ്ലറും കാരണം വിയന്ന നേരത്തെ തന്നെ സൈക്കോളജി പഠനത്തിൻ്റെ കേന്ദ്രമായിരുന്നു. ഫ്രോയിഡും അഡ്ലറും വിയനീസ് സൈക്കോതെറാപ്പിയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്കൂളുകളായപ്പോൾ മനുഷ്യന് ജീവിതത്തിൽ അർത്ഥം വേണമെന്ന ഫ്രാങ്കലിൻ്റെ ആശയം മൂന്നാമത്തെ സ്കൂളായി മാറി. 1950കളുടെ മധ്യത്തോടെ ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ പ്രസംഗിക്കാൻ ഫ്രാങ്കലിന് ക്ഷണം ലഭിച്ചു. അദ്ദേഹം ഓസ്ട്രിയൻ മെഡിക്കൽ സൊസൈറ്റി ഫോർ സൈക്കോതെറാപ്പി രൂപീകരിക്കുകയും അതിൻ്റെ തലവനാവുകയും ചെയ്തു. 1955 വിയന്ന യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഫുൾ പ്രൊഫസർ പദവി നൽകി. 1961 അദ്ദേഹം ഹാർവേഡിൽ വിസിറ്റിംഗ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. ഇതോടെ അമേരിക്കയിലെ സൈക്കോതെറാപ്പി പഠിക്കുന്നവരുടെ മനസ്സിൽ ഫ്രാങ്കലിൻ്റെ ആശയങ്ങൾ ആഴത്തിൽ പതിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് കരിയർ വളർന്നുകൊണ്ടേയിരുന്നു. 200-ലധികം സർവകലാശാലകളിൽ അദ്ദേഹം പ്രസംഗിച്ചു. കൂടാതെ 29 ഓണററി ബിരുദങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു. മാൻസ് സെർച്ച് ഫോർ മീനിങ് ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകമെങ്കിലും തൻ്റെ ജീവിതകാലത്ത് മറ്റ് 39 പുസ്തകങ്ങൾ കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1970 സഹപ്രവർത്തകർ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി വിക്ടർ ഫ്രാങ്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. അക്കാഡമിക് ജോലികൾക്കിടയിലും ഫ്രാങ്കൽ രോഗികളെ ചികിത്സിക്കുന്നത് നിർത്തിയിരുന്നില്ല. കടുത്ത വിഷാദരോഗമുള്ളവരോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ലളിതമായ 6 വരി ചോദ്യമുണ്ടായിരുന്നു: നിങ്ങൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല? ഇവിടെ നിന്നാണ് രോഗിക്ക് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്ന കാര്യം എന്താണെന്നും അവരുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന അർത്ഥം എന്താണെന്നും ഫ്രാങ്കൽ കണ്ടെത്തുന്നത്. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യ ചിന്തകളിൽ നിന്ന് അവരെ മാറ്റാനും അദ്ദേഹത്തിന് എളുപ്പമായിരുന്നു. 20-ാം നൂറ്റാണ്ട് മുൻപോട്ട് പോയതോടെ പുസ്തകങ്ങൾക്ക് പുറമെ മാധ്യമങ്ങളിലൂടെയും ഫ്രാങ്കൽ തൻ്റെ ആശയങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ വന്ന് അദ്ദേഹം സംസാരിച്ചു. ഇത് വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എത്തിച്ചു. അങ്ങനെയുള്ള ഒരു പ്രശസ്തമായ TV പ്രോഗ്രാമിലാണ് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നതിൽ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും തമ്മിലൊരു ബാലൻസ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു പ്രശസ്തമായ TV പ്രോഗ്രാമിലാണ് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നതിൽ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും തമ്മിൽ ഒരു ബാലൻസ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞത്. ആ ചർച്ചയിൽ അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് കൂട്ടായി മറ്റൊരു പ്രതിമ കൂടി വേണമെന്ന് അദ്ദേഹം വാദിച്ചു. കിഴക്കൻ തീരത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിമ ഉള്ളതുപോലെ പടിഞ്ഞാറൻ തീരത്ത് ഉത്തരവാദിത്വത്തിൻ്റെ ഒരു പ്രതിമ, സ്റ്റാച്യു ഓഫ് റെസ്പോൺസിബിലിറ്റി കൂടി വേണമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. സ്വാതന്ത്ര്യം എന്നത് അവസാന വാക്കല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കഥയുടെ ഒരു ഭാഗം മാത്രമാണ്, പകുതി സത്യം മാത്രം. സ്വാതന്ത്ര്യം എന്നത് നെഗറ്റീവ് വശം മാത്രമാണ്. അതിൻ്റെ പോസിറ്റീവ് വശം ഉത്തരവാദിത്തമാണ്.
ഉത്തരവാദിത്തത്തോടെ ജീവിച്ചില്ലെങ്കിൽ സ്വാതന്ത്ര്യം വെറും അരാജകത്വമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ കുറവ് നികത്താൻ പടിഞ്ഞാറൻ തീരത്ത് സ്റ്റാച്യു ഓഫ് റെസ്പോൺസിബിലിറ്റി കൂടി വേണമെന്ന് അദ്ദേഹം ശുപാർശ ചെയ്തത്. കത്തുകൾക്ക് മറുപടി നൽകിയും ഇൻ്റർവ്യൂകൾ കൊടുത്തും 1997 മരിക്കുന്നത് വരെ ഫ്രാങ്കൽ തൻ്റെ സൈക്കോ അനാലിസിസ് സിദ്ധാന്തങ്ങൾ ലോകത്തിന് പകർന്നു നൽകിക്കൊണ്ടേയിരുന്നു. തൻ്റെ അവസാന ഇൻ്റർവ്യൂകളിൽ ഒന്നിൽ അദ്ദേഹം ഒരു പ്രധാന കാര്യം പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ പോലും കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ആ ദുരിതങ്ങൾക്ക് ഒരു മൂല്യമുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടത്രേ. കാരണം ആ ദുരിതങ്ങളാണ് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തത്. അത് 1946 ശേഷമുള്ള തൻ്റെ സ്വാതന്ത്ര്യ ജീവിതത്തെ കൂടുതൽ അഭിനന്ദിക്കാൻ അദ്ദേഹത്തിനെ സഹായിച്ചു. ഇന്ന് ഞാൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കാൾ വലിയ പ്രശ്നങ്ങൾ അന്ന് എനിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെല്ലാം നൽകുമായിരുന്നു എന്നാണ് 1995 അദ്ദേഹം പറഞ്ഞത്. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കുമ്പോൾ വിക്ടർ ഫ്രാങ്കൽ ജീവിച്ചു കാണിച്ച കാര്യമാണ് പിന്നീട് മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകത്തിലൂടെ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് എല്ലാം കവർന്നെടുക്കാൻ സാധിച്ചേക്കാം, പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം എടുക്കാൻ പറ്റില്ല. ഏത് സാഹചര്യത്തിലും സ്വന്തം മനോഭാവം എന്തായിരിക്കണമെന്ന് സ്വയം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം. ക്യാമ്പിലായിരുന്നപ്പോൾ ഫ്രാങ്കൽ തൻ്റെ ഭാര്യയെക്കുറിച്ചും തൻ്റെ ജോലിയെക്കുറിച്ചും ഈ ദുരിതങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റാൻ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചും ചിന്തിക്കാനാണ് തീരുമാനിച്ചത്. ക്യാമ്പിൽ ഓഫീസുകളിൽ നിന്ന് അദ്ദേഹം പേപ്പർ മോഷ്ടിച്ച് തൻ്റെ ആശയങ്ങൾ കുറിച്ചുവെച്ചു. ജീവനോടെ പുറത്തു കടക്കാൻ അദ്ദേഹത്തിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. 1 സ്നേഹം, 2 ജീവിതത്തിന് അർത്ഥമില്ലാതെ ജീവിക്കുന്ന അവസ്ഥ, എക്സിസ്റ്റൻഷ്യൽ സ്ട്രെസ് ഒഴിവാക്കാൻ ആളുകളെ സഹായിക്കുക എന്ന ഉത്തരവാദിത്തം. ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽക്കേ ഫ്രാങ്കൽ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ക്രൂരതകളെ അതിജീവിച്ച് അടുത്ത 5 പതിറ്റാണ്ട് കാലം ഈ ലോകത്ത് വലിയൊരു നല്ല മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിക്ടർ ഫ്രാങ്കൽ വേണമെങ്കിൽ എല്ലാം ഉപേക്ഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ മരിക്കാമായിരുന്നു. അതുമല്ലെങ്കിൽ അനുഭവിച്ച കാര്യങ്ങൾ ഓർത്ത് ജീവിതകാലം മുഴുവൻ വെറുപ്പോടെ ജീവിച്ച് തീർക്കാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആരും അദ്ദേഹത്തെ കുറ്റം പറയില്ലായിരുന്നു. പക്ഷെ അതിന് പകരം അദ്ദേഹത്തിൻ്റെ ജീവിതം ദശലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ പുസ്തകം 74 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. മനുഷ്യരെ സഹായിക്കാൻ ജീവിതം മാറ്റിവെക്കുന്ന ഒരു പുതിയ തലമുറ സൈക്കോ തെറാപ്പിസ്റ്റുകളെ അദ്ദേഹം വാർത്തെടുത്തു. വിക്ടർ ഫ്രാങ്കൽ തീർച്ചയായും അർത്ഥപൂർണമായി ജീവിച്ചു തീർത്ത ഒരു ജീവിതം.